ഇന്ത്യ ആക്രമിച്ച് കീഴടക്കി ദ്രോഹിച്ചവർ, ഇന്ത്യയുടെ സംസ്കാരം തകർക്കാൻ ശ്രമിച്ചവരാണ് മുഗളന്മാർ. അവരുടെ ചരിത്രം ഇനി ഇന്ത്യയിൽ പഠിക്കണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് ഇന്ത്യയുടെ വിദ്യാഭ്യാസ നയം എത്തിയിട്ടുണ്ടല്ലോ. ഇതിപ്പോൾ മനോരമയിൽ വന്ന ഒരു വാർത്ത, ഒന്നാം പേജിൽ വലിയ പ്രാധാന്യത്തോട് കൊടുത്ത ഒരു വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് ഈ ചോദ്യം. തീർച്ചയായിട്ടും എനിക്ക് മനസ്സിലാവുന്നില്ല മനോരമ എന്തിനാണ് ഈ മുഗളന്മാരെ ഉൾപ്പെടുത്തിയില്ല എന്ന് പറഞ്ഞ് ഇത്രയധികം വ്യസനിക്കുന്നത്. പണ്ടും ഇതേ ആരോപണം തന്നെ ഇവരുന്നയിച്ചിരുന്നു. മുഗൾ രാജവംശത്തെക്കുറിച്ചുള്ള പാഠങ്ങൾ ഇല്ലാതാക്കി. അതിന് വ്യക്തമായിട്ടുള്ള ഉത്തരം NCERTയിൽ നിന്ന് തന്നെ വരികയുണ്ടായി. അതായത് NCERT എന്ന് പറയുന്നത് ഇപ്പോൾ 7ാം ക്ലാസ്സിലെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. 7ാം ക്ലാസ്സിലെ സാമൂഹ്യ ശാസ്ത്രം. ഈ 7ാം ക്ലാസ് മാത്രമല്ല NCERTയുടെ സ്കീമെന്ന് പറയുന്നത്. നോക്കൂ, പ്രൈമറിയിൽ തന്നെ ഒരു ലോവർ പ്രൈമറി 1 മുതൽ 4 വരെ ക്ലാസ്, 4 മുതൽ 7 വരെയുള്ള ഒരു അപ്പർ പ്രൈമറി ക്ലാസ്, പിന്നെയാണ് ഇവരുടെ ഈ ഹയർ സെക്കൻഡറി വരെ നീളുന്ന ആ പഠന പദ്ധതി. അങ്ങനെ ഓരോന്നിനും സിലബസ് തയ്യാറാക്കുമ്പോൾ അതൊരു സമഗ്രമായിട്ടുള്ള പാഠപുസ്തക പദ്ധതിയായിട്ടാണ്, കരിക്കുലമായിട്ടാണ് അതിൻ്റെ വിദ്യാഭ്യാസ വിചക്ഷണന്മാർ വളരെ ഫലപ്രദമായിട്ട് വർഷങ്ങളായിട്ടേ കണ്ടുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, ഞാനിപ്പോൾ ഇത് പഠിച്ചിട്ടില്ല, ഇതിൻ്റെ സിലബസ് പഠിച്ചിട്ടില്ല, അതിൽ ഗവേഷണവും നടത്തിയിട്ടില്ല. പക്ഷേ തീർച്ചയായിട്ടും 7ാം ക്ലാസ്സിൽ ഇത് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം 6ാം ക്ലാസ്സിലോ 5ാം ക്ലാസ്സിലോ ഡിക്റ്റോ ആയിട്ട് ഇത് തന്നെ കാണും എന്നുള്ളതാണ്. അത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഈ ക്ഷീരബല ആവർത്തിക്കുന്ന പോലെ ആവർത്തിക്കേണ്ടി വരുന്നത് കുട്ടികൾക്ക് വലിയ മുഷിപ്പുണ്ടാക്കുന്ന കാര്യമാണ്. ചരിത്രം പഠിക്കുമ്പോൾ അത് സമഗ്രമായിട്ട് പഠിക്കണം എന്ന് വിചാരിച്ച് ഓരോ ക്ലാസ്സിലും അതേ ചരിത്രം തന്നെ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ആ സ്കീം നമുക്ക് പണ്ടുണ്ടായിരുന്നു. 6ാം ക്ലാസ്സിൽ പഠിച്ചത് 7ാം ക്ലാസ്സിൽ പഠിക്കും, 7ാം ക്ലാസ്സിൽ പഠിച്ചത് വീണ്ടും 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ചർവണം ചെയ്യുക, അതിൻ്റെ ആവശ്യമില്ല. ഇത് സമഗ്രമായ പദ്ധതിയായിട്ട് കണക്കാക്കുമ്പോൾ അന്ന് സ്കൂൾ ഡ്രോപ്ലെറ്റ്സ് ഉണ്ടായിരുന്നു, ഡ്രോപ്പിംഗ് ഉണ്ടായിരുന്നു. സ്കൂളിൽ നിന്ന് പഠനം മുടക്കി പോകുന്ന കുട്ടികൾ 5 വരെ ആകുമ്പോൾ നിർത്തും, 6 വരെ ആകുമ്പോൾ നിർത്തും. ഇന്നങ്ങനെ ആരും നിർത്താറില്ല. കുട്ടികളുടെ അവകാശമാണ് 10ാം ക്ലാസ് വരെ പഠിക്കുക എന്ന് പറയുന്നത്. വിദ്യാഭ്യാസ അവകാശ നിയമം അത് പാസ്സാക്കിയിട്ടുണ്ട്. അത് UPA ഗവൺമെൻറ്റിൻ്റെ കാലത്ത് തന്നെ പാസ്സാക്കിയ കാര്യമാണ്. അപ്പോൾ 1 മുതൽ 10 വരെ ഉള്ളതിനെ ഒരൊറ്റ സ്കീമായിട്ടാണ് കാണേണ്ടത്. അവിടെ ഈ തെറ്റായ സന്ദേശം നൽകുന്ന ചരിത്രങ്ങൾ പഠിക്കേണ്ട ആവശ്യമുണ്ടോ? പഠിക്കണം, എല്ലാം നമ്മൾ പഠിക്കണം. നമ്മുടെ ശത്രുക്കളെ, ഇപ്പോൾ ബ്രിട്ടീഷുകാരെ കുറിച്ച് നമ്മൾ ഇപ്പോൾ ജാലിയൻ ബാഗ് പോലുള്ള കൊടിയ പഹൽഗാം പോലെ ഒന്നായിരുന്നു അതും. കൊടിയ നമ്മൾ ഈ പഹൽഗാമിനെ കുറിച്ച് പഠിക്കണ്ടേ? തീർച്ചയായിട്ടും പഠിക്കണം. കുട്ടികളുടെ മനസ്സിൽ അതിൻ്റെ പാഠം ഉണ്ടാവണം. ഇന്ന് മാത്രം ഉണ്ടായപ്പോരാ, നാളത്തെ കുട്ടികളുടെ മനസ്സിലും അത് ഉണ്ടാവണം. എന്താണ് ഇന്ത്യയോട് അവരെ മഹത്വവൽക്കരിക്കണം. ഇപ്പോൾ ഇത് പഠിക്കുക എന്ന് പറഞ്ഞാൽ അതെ, ഈ നമ്മുടെ ഈ കാശ്മീരിൽ ആക്രമണം നടത്തിയ ഭീകരവാദികളെ മഹത്വവൽക്കരിക്കുന്നത് ഗ്ലോറിഫൈ ചെയ്യാൻ പാടില്ല. ഒരു സിനാരിയോ ആണല്ലോ, അജണ്ടയാണല്ലോ പഠിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഗ്ലോറിഫൈ ചെയ്യും. നമ്മൾ ഹിറ്റ്ലറെ കുറിച്ച് പഠിക്കുന്നുണ്ട്, നാസികളെ കുറിച്ച് പഠിക്കുന്നുണ്ട്, മുസോളിനിയെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിരിക്കണം. അപ്പോൾ ചരിത്രം പിന്നെ ഹിസ്റ്ററി ഷീറ്റുകളായിട്ട് കണക്കാക്കപ്പെടുന്ന പാഠങ്ങളുണ്ട്. ഹിസ്റ്ററി ഷീറ്റേഴ്സായിട്ടുള്ളവരുണ്ട്. ചരിത്രത്തിൻ്റെ ചവറ്റുകുട്ടയിൽ എറിയപ്പെട്ടവരുണ്ട്. അവരെക്കുറിച്ചും നമ്മൾ പഠിച്ചെങ്കിൽ നമ്മുടെ ചരിത്രബോധം ശരിയാവുകയുള്ളൂ. എപ്പോഴും ഈ ലോകത്ത് ധർമ്മവും അധർമ്മവും തമ്മിലുള്ള സംഘർഷം ഉണ്ടാവും. ആ 2 തരത്തിലുള്ള യുൻ എന്ന് ചൈനീസ് ഭാഷയിൽ പറയുന്ന, മണ്ടാരിൻ ഭാഷയിൽ പറയുന്ന 2 ശക്തികൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ, ഇത് രണ്ടും നമ്മൾ പഠിക്കണം. അപ്പോൾ നല്ലതേത് ചീത്ത ഏതെന്ന് മനസ്സിലാക്കാൻ ഇത് നമ്മളിപ്പോൾ മഹാഭാരതം വായിക്കുമ്പോൾ കർണനെക്കുറിച്ചും പഠിക്കുന്നില്ലേ? വസ്ത്രാക്ഷേപത്തിന് കൂട്ടുകു നിൽക്കുകയും അതുപോലെ തന്നെ അഭിമന്യുവിനെ ചതിച്ചു കൊല്ലുകയും ചെയ്ത കർണൻ ഗ്ലോറിഫൈ ചെയ്യുന്ന ചിലരുമുണ്ട് അപൂർവമായിട്ട്. അദ്ദേഹത്തിൻ്റെ പേര് ക്ഷേത്രം പോലും ഉണ്ട്. പക്ഷേ അതും കൂടെ പഠിച്ചെങ്കിലേ മഹാഭാരതം സമ്പൂർണ്ണമാവൂ എന്നതുകൊണ്ട് ചരിത്രം പഠിക്കുമ്പോൾ അതിൽ നല്ലവരുണ്ട്, ചീത്തയായിട്ടുള്ള ആൾക്കാരുണ്ട്. മഹാനായിട്ടുള്ള അക്ബറുണ്ട്, അതുപോലെ തന്നെ ചീത്തയായിട്ടുള്ള ഔറംഗസേബുമുണ്ട്, മഹാനായ അശോക ചക്രവർത്തിയുണ്ട്. അങ്ങനെ ധാരാളം ആൾക്കാരുണ്ട് ആ പരമ്പരയിലായിട്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ പഠിച്ചെങ്കിലേ പറ്റുകയുള്ളൂ. ചരിത്രത്തിൻ്റെ തിരുത്തലുകളും പഠിക്കണം. ഉദാഹരണത്തിന് നമ്മൾ എല്ലാം പഠിച്ചത് കലിംഗ യുദ്ധത്തിന് ശേഷമാണ് ബുദ്ധമതത്തിലേക്ക് അശോകൻ മാറിയത്. അതിന് 4 വർഷം മുമ്പ് തന്നെ അദ്ദേഹം ബുദ്ധമതത്തിലേക്ക് മാറിയിരുന്നു. അങ്ങനെയുള്ള ഗവേഷണങ്ങളും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ചരിത്രം പഠനം തന്നെ മൊത്തത്തിൽ മാറേണ്ട സന്ദർഭം കൂടിയാണ് ഇവിടെ. അല്ലാതെ ഓരോ ക്ലാസ്സിലും ഇങ്ങനെ അക്ബർ മുഗൾ വംശം എന്ന് പഠിപ്പിക്കേണ്ട കാര്യമില്ല. മുഗൾ വംശം ചെയ്ത ദ്രോഹങ്ങളും നമ്മൾ ആ കൂട്ടത്തിൽ പഠിക്കണം. ഇന്ത്യയിലെ ക്ഷേത്രങ്ങൾ മുഴുവൻ ധ്വംസനം നടത്തി അവിടെ പള്ളികൾ ഉയർത്തിക്കൊണ്ടുവന്നത്, കൊള്ള ചെയ്തത്, നിന്ദിച്ചത്, ശിവൻ്റെ വിഗ്രഹങ്ങളൊക്കെ ക്ഷേത്രത്തിന് മുമ്പിലിട്ട് ചവിട്ടിക്കയറാനുള്ള പടികളായിട്ട് മാറ്റിയെടുത്തത്, അങ്ങനെയുള്ള കൊടും ക്രൂരതകൾ ചെറിയ ഹിറ്റ്ലറും മുസോളിനിയും ഒക്കെ ചെയ്യുന്ന പോലെ ചെയ്ത കൊടും ക്രൂരതകൾ ഒരുപാടുണ്ട്. നമ്മൾ അതുപോലെ ഹിന്ദുക്കൾക്കായിട്ട് ജസിയ എന്ന് പറയുന്ന
തരത്തിലുള്ള ഒരു നികുതി സമ്പ്രദായം ഏർപ്പെടുത്തിയത്. അതുപോലെ നളന്ദ, തക്ഷശില വിക്രമശില തുടങ്ങിയ സർവകലാശാലകളിലെ മഹാഗ്രന്ഥശാലകൾ തീയിട്ട് ചുട്ടുകരിച്ചത്, അത് 14 ദിവസങ്ങളോളം കത്തി നിന്നത്, ഈ ദുഷ്ടതകളും നമ്മൾ പഠിക്കണം. പഠിക്കുമ്പോഴേ നല്ല പാഠങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റൂ, നമുക്ക് ഉൾക്കൊള്ളാനും കഴിയുള്ളൂ. ഇത് രണ്ടും വേണം, തീർച്ചയായിട്ടും വേണം. പക്ഷേ ഓരോ ക്ലാസ്സിലും ഇങ്ങനെ മനോരമ പറയുന്ന പോലെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കേണ്ട കാര്യമില്ല. ബ്രിട്ടീഷുകാർ വന്നപ്പോൾ വളരെ സ്വാഗതം ചെയ്ത ഒരു പത്രമാണ് മലയാള മനോരമ. അന്ന് അവർ മഹാത്മാഗാന്ധിയെ മിസ്റ്റർ ഗാന്ധി എന്നാണ് വിളിച്ചത്. ബ്രിട്ടീഷ് ഭരണത്തിന് കുഴലൂതിക്കൊണ്ടിരുന്ന ഒരു പത്രമാണത്. അതുകൊണ്ടാണ് മാതൃഭൂമി സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി കോഴിക്കോട്ട് KP കേശവമേനോൻ ആരംഭിക്കേണ്ടി വന്നത്. ചരിത്രം നമുക്കറിയാം. പക്ഷേ ഈ മുഗളന്മാർക്ക് എന്തിനാ കുഴലൂതുന്നതെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ BJPക്ക് ഒരു മേൽക്കൈ വന്നിട്ടുണ്ട്. ക്രിസ്ത്യൻ സമൂഹത്തിൽ കൂടി അത് വേരോടുന്നുണ്ട്. അത് തീരെ സഹിക്കാൻ വയ്യാതെ കോൺഗ്രസിനെ ഏതെങ്കിലും തരത്തിൽ അതിൻ്റെ ആ മുങ്ങിത്താഴലിൽ നിന്ന്, ആ ഒരു അവസ്ഥയിൽ നിന്ന് രക്ഷിക്കാൻ ഒരു കച്ചിത്തുരുമ്പ് എറിഞ്ഞു കൊടുത്തിരിക്കുകയാണ്. ഇങ്ങനെ ഇതൊക്കെ എന്ന് പറഞ്ഞിട്ട് ഇതാണ് ശരിയായിട്ടുള്ള വർഗീയത. ഇതെടുത്ത് ചൂണ്ടിക്കാണിച്ച് 1-ാം പേജിൽ ഇടുക എന്ന് പറയുന്നതാണ് വർഗീയത എന്ന് പറയുന്നത്. ഇത് ചെയ്യാൻ NCERT ഉണ്ട്. NCERT അത് സമർത്ഥമായിട്ട് ചെയ്യുന്നുണ്ട്. ഇതൊരു വർഗീയ വിഷയമായിട്ട് ഈ രാജ്യം ഒരു യുദ്ധത്തിൻ്റെ നിഴലിൽ നിൽക്കുന്ന സമയത്ത് ഇതൊക്കെ വലിച്ചെറിഞ്ഞിടുക എന്ന് പറയുന്നത് സതുദ്ദേശപരമായിട്ടുള്ള ഒരു പത്രപ്രവർത്തനമാണെന്ന് തോന്നുന്നതേയില്ല. വലിയ പ്രൊഫഷണലാണെന്ന് പറയുന്ന മനോരമ പ്രൊഫഷണലിസവും വലിയതിലെ നിങ്ങൾ നോക്കൂ, ഏതെങ്കിലും ക്ലാസ്സിൽ മുഗൾ ഇല്ലാതെ NCERT സിലബസിൽ മുഗൾ രാജവംശങ്ങളെക്കുറിച്ചുള്ള സകല പാഠങ്ങളും ഇല്ലാതാക്കിയിട്ടുണ്ടെങ്കിൽ മനോരമ പറഞ്ഞത് ശരിയായിട്ടുള്ള വാർത്തയാണ്. അല്ലെങ്കിൽ ഒരു 7-ാം ക്ലാസ്സിലെ സാമൂഹ്യ ശാസ്ത്രം എന്ന് പറഞ്ഞത് പഠിക്കുന്നത്. അപ്പോൾ 7-ാം ക്ലാസ്സിലെ കുട്ടികൾ മാത്രം മുഗൾ പഠിച്ചാൽ മതിയോ എന്നാണോ അവർ ഉദ്ദേശിക്കുന്നത്? 7-ാം ക്ലാസ്സിലെ കുട്ടികൾ പഠിച്ചിരിക്കണം, അങ്ങനെ വല്ല വാർവലയും ഉണ്ടോ? എനിക്ക് മനസ്സിലാവുന്നില്ലത്. അത് പദ്ധതിയുടെ ഭാഗമായിട്ട് നമ്മൾ പഠിച്ചിരിക്കണം. മുഗൾ രാജവംശത്തെപ്പറ്റി ഒരു ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞെങ്കിൽ പിന്നെ അതിൻ്റെ ആവശ്യമുണ്ടോ? തുടർച്ചയായിട്ട് പോകേണ്ട കാര്യമുണ്ടോ? പിന്നെ കൂടുതലായിട്ടൊന്നുമില്ലെങ്കിൽ എനിക്ക് മനസ്സിലാവുന്നില്ലത്. അതോടൊപ്പം തന്നെ ഈ ഇന്ത്യ സംസ്കാരത്തെക്കുറിച്ചും ഇന്ത്യ രാജവംശത്തെക്കുറിച്ചും എല്ലാം കൂടുതൽ പഠിക്കേണ്ട ഒരു ആവശ്യകത ഉണ്ടല്ലോ. ഇതെല്ലാം വലിയ രീതിയിൽ കുറവാണല്ലോ പഠിച്ച കാലങ്ങളിൽ. ചരിത്രത്തിൽ പല വിക്രം സമ്പത്തും ഒക്കെ വന്ന് വലിയ തിരുത്തലുകൾ വരുത്തിയിട്ടുണ്ട്. MGS നാരായണൻ തന്നെ വലിയ തിരുത്തലുകൾ വരുത്തിയിട്ടുണ്ട് ചരിത്രത്തിൽ. ഇളംകുളം കുഞ്ഞമ്പിള്ള പറയുന്നതാണ് ഇപ്പോഴും പഠിപ്പിക്കുന്നത്. അതിൽ വലിയ തിരുത്തലുകൾ MGS നാരായണൻ വരുത്തിയിട്ടുണ്ട്. അത് ഔദ്യോഗികമായിട്ട് അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ തരത്തിൽ ചരിത്രത്തെ മാറ്റേണ്ടതായിട്ടുണ്ട്. അതുപോലെ ഇർഫാൻ ഹബീബ് എന്ന് പറയുന്ന ഒരു മാർക്സിസ്റ്റ് ചരിത്രകാരനുണ്ട്. KK മുഹമ്മദ് എന്ന് പറയുന്ന ആർക്കിയോളജിസ്റ്റ് തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അദ്ദേഹം പറയുന്നത് മുഴുവൻ പുളിയാണ്. ഇത് MGS നാരായണൻ അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ്. പക്ഷേ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇർഫാൻ ഹബീബ് പറഞ്ഞിട്ടുള്ള റൊമീല താപ്പിർ തുടങ്ങിയ ഇടതുപക്ഷ ചരിത്രകാരന്മാരോ ചരിത്രകാരികളോ ഒക്കെ പറഞ്ഞു വച്ചിരിക്കുന്ന ചരിത്രമാണ്. അതിന് നറേറ്റീവുകൾ, ചരിത്രത്തെക്കാൾ അപ്പുറം നറേറ്റീവുകളും ക്യാപ്സ്യൂളുകളുമാണ്. പിന്നൊരു ഇന്ദിരാഗാന്ധി എന്നൊരു ക്യാപ്സ്യൂള് അവരുടെ ഭരണകാലത്ത് ഉണ്ടാക്കി കിണറ്റിനടിയിൽ താഴ്ത്തി വെച്ചിട്ടുണ്ട്, ഇന്ത്യയുടെ ചരിത്രം. അത് വാസ്തവത്തിൽ കോൺഗ്രസിൻ്റെയും നെഹ്റു കുടുംബത്തിൻ്റെയും ചരിത്രം മാത്രമാണ്. അങ്ങനെയുള്ള ചരിത്രങ്ങളല്ല നമ്മൾ പഠിക്കേണ്ടത്. നമ്മുടെ വട്ടെഴുത്തിലൂടെയും അതുപോലെ പുരാതന ലിപികളിലൂടെയും ഒക്കെ പഠിച്ചിട്ട് അതിൻ്റെ സഹായത്തോടു കൂടി ഈ അന്നത്തെ ശിലാലിഖിതങ്ങൾ വായിച്ച് അതിൽ നിന്ന് ഉരുത്തിരിയുന്ന ഗവേഷണങ്ങളിലൂടെ ഉരുത്തിരിയുന്ന ചരിത്ര പാഠങ്ങളാണ് നമ്മുടെ കുട്ടികൾക്ക് നമുക്ക് വസ്തുനിഷ്ഠമായിട്ട് കൊടുക്കേണ്ടത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.